എല്ലാവർക്കും ക്വിസിൻസിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ടിക്ക. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ടിക്ക വിത്ത് ഓവൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഞങ്ങൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ടിക്ക, റെഡ് ചിക്കൻ ടിക്കയാണ്, തന്തൂരി ചിക്കൻ ടിക്കയായിരുന്നു. ഇനി ഞങ്ങൾ കുറച്ച് ഗ്രീൻ ചിക്കൻ ടിക്കയാണ് ചെയ്തത്. അതും എന്താ പറയാ, വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് subscribe my channel. അപ്പോൾ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഗ്രീൻ ചിക്കൻ ടിക്കയ്ക്ക് മെയിൻ ആയിട്ടും ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ അതിന്റെ ചേരുവകൾ എന്ന് പറയുന്നത് മല്ലിയില ഒരു പിടി, എന്റെ ഒരു കൈപ്പിടി മല്ലിയില. എരിവിന് വേറെ നമ്മൾ മുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു 4 പച്ചമുളക് എരിവ് അനുസരിച്ച്, പിന്നെ ഒരു പിടി പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 1/4 ഇഞ്ച് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു മിക്സറിനകത്തോട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതാണ് പറയുന്നത്, പിന്നെ നമുക്ക് ചേരുവകളുണ്ട്. അപ്പൊ ആ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ജീരകവും ഒരു പിഞ്ച് ചാട്ട് മസാലയും, അതേ കണക്ക് തന്നെ ഒരു പിഞ്ച് കസൂരി മേത്തിയും, ഒരു നാരങ്ങയുടെ നീരും, പിന്നെ 1 ടീസ്പൂൺ കടുകെണ്ണയും. കടുകെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. വെള്ളം ആഡ് ചെയ്താൽ ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതെല്ലാം നന്നായിട്ട് അരച്ച് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 500 ഗ്രാംസ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസാണ് എടുത്തേക്കുന്നത്. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ചും കൂടെ ആ മിക്സറിനകത്ത് ഇരിക്കുന്നതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ചിക്കനും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയ്ക്കകത്ത് ഫുൾ മാരിനേറ്റ് ചെയ്തിരിക്കണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് റെഫ്രിജറേറ്റ് ചെയ്യണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഓവർനൈറ്റ് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 4 തൊട്ട് 3 മണിക്കൂർ വരെയെങ്കിലും റെഫ്രിജറേറ്ററിൽ വെക്കണം. ഇനിയിപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് ഹരിനാരായണനാണ്. മോന് ഹെൽപ്പ് ചെയ്യാനും മിക്സ് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാപ്സിക്കവും ഒരു അണിയനുമാണ്. ഡൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിനകത്തൂടെ നന്നായിട്ട് ചേർത്ത് ഈ മസാലയ്ക്കകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഗ്രിൽ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ബാർബിക്യൂ സ്റ്റിക്ക് ആക്കി വെച്ച് ടിക്ക ഇതിനകത്ത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. Mommy, I want to cook, Mommy. Mama.
തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഇപ്പം ഇറങ്ങിയില്ല, അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും അകം വെന്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അകം മൊത്തം വെന്ത് കിട്ടും. ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, ഇത് ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് സ്മോക്കി ഫ്ലേവർ ആക്കി ചുട്ടെടുക്കുന്ന പോലെ ആക്കി ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം വെച്ചാക്കാം അല്ലെങ്കിൽ 2 എണ്ണം വെച്ചാക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ടിക്കയ്ക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇത് ചെയ്യാൻ പാടാണെങ്കിൽ ഒരു ചാർക്കോൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മോക്കും കിട്ടും. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഈ ചിക്കനകത്തൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ എളുപ്പവും ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്ക് കറക്റ്റ് സ്മോക്കി ഫ്ലേവർ കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. വെരി നൈസ് ചിക്കൻ ടിക്ക. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി യമ്മി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സബ്സ്ക്രൈബ് അവർ ചാനൽ. ഹരിനാരായണൻ ഓൾറെഡി ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.